ഗൈസ്, സാധാരണ നമ്മൾ പുറത്താണ് ചലഞ്ചും കാര്യങ്ങളായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സ്നേഹോയിൽ, അതായത് പിറവത്തുള്ള സ്നേഹോയിൽ നമ്മൾ ചെറിയ ചലഞ്ച് പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഞാനും എൻ്റെ കുറച്ച് കമ്പനിക്കാരും കൂടിയാണ് ചെയ്യണത്. അവർക്ക് ഗെയിംസ്, അതായത് കുറച്ച് ബോൾ പാസിങ്, അതുപോലെ കട്ട് പോസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ചലഞ്ചും കൊടുത്ത് എന്നാ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ല, എല്ലാവർക്കും നമ്മളിവിടെ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാഫിനും ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട് വന്നത് മാമലശ്ശേരി, ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ പുറവങ്കാരൻ തന്നെയാണ്. നമുക്കപ്പോൾ ഒരു ചെറിയ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് വന്നത് കൊച്ചിപ്പേ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നതും. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 2-3 ഗെയിംസ് കാര്യങ്ങളൊക്കെ തന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് തരിക. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന ഒരു സ്നേഹം വരുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗെയിംസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഗെയിംസ് വേണോ? ഗിഫ്റ്റും വേണോ? ഉറപ്പായിട്ടും. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യോ? കൂടെ വെക്കുവോ? അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കണ്ടേ? വേണ്ടേ? ഉറപ്പല്ലേ? സെറ്റാക്കണ്ടേ? ആ, ഓക്കെ 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 ഓക്കെ. കർപ്പൂര കുളികാറ്റ് കളിവഞ്ചിപ്പാട്ടായി ആഞ്ഞിലിക്കൊമ്പത്തെ ശാരിക പാട്ടിന്ന ആജ്ഞാനുരാമനും അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോൾ പാസിംഗ് ആണ്. അപ്പൊ ഒരു പാട്ടിടും. ആ പാട്ട് നിൽക്കണ വരെ നിങ്ങൾ ബോൾ പാസ് ചെയ്തോണ്ടേ ഇരിക്കണം. ആ പാട്ട് നിൽക്കുമ്പോൾ ആരുടെയാണോ പന്തിരിക്കണം അയാൾ ഔട്ടാവും. അതായത് പാട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പാട്ട് എവിടെയാണോ ഓഫ് ആവണേ ആരുടെയാണോ പന്തിരിക്കണം അവർ ഔട്ടാവും. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ദേവുവിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ദേവ് കൊടുത്തോട്ടോ. സ്റ്റാർട്ട്. പാസ് ചെയ്തോ, പാസ് ചെയ്തോ, പെട്ടെന്ന് പെട്ടെന്ന് പാസ് ചെയ്തോ, പാസ് ചെയ്തോ, പാസ് ചെയ്തോ. ആ, ഒന്ന് മേടിച്ചോ, ഒന്ന് മേടിച്ചോ. ഇങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു. കൈ അടിച്ചോ, കൈ അടിച്ചോ, അടിച്ചോ. കൊടുത്തു, കൊടുത്തു, കൊടുത്തു. പെട്ടെന്ന് കൊടുത്തോ, പെട്ടെന്ന് കൊടുത്തോ, പെട്ടെന്ന് കൊടുത്തോ, പെട്ടെന്ന് കൊടുത്തോ, പെട്ടെന്ന് കൊടുത്തോ. ആ, അടുത്തേക്ക് അടുത്തേക്ക് ഇന്നോ, അടുത്തേക്ക് കൈയടിക്ക്. ഇൻസിനിയാണ് ഇപ്പൊ ഫൈനലിൽ വന്നേക്കണത്. ആശ്ചര്യം മനസ്സിലായി. തോപ്പിക്കണ്ടേ? തോപ്പിക്കില്ലേ? തോപ്പിക്കില്ല, ഉറപ്പല്ലേ? ജയിക്കില്ലേ? ആ, ഓക്കെ. സ്റ്റാർട്ട് ചെയ്താലോ? നിധിയാട്ട ജയിച്ചേ. ബോൾ പാസിംഗ് ജയിച്ചേക്കണ നിധിയക്കുട്ടിയാണ്. അപ്പൊ നിധിയക്കുട്ടി എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തേ. അപ്പൊ ബോൾ പാസിംഗിൽ സെക്കൻഡ് കിട്ടിയത് സിൻസിക്കുട്ടി. അപ്പൊ അടുത്തത് ആണുങ്ങളുടെ വാശിയേറിയ ബോൾ പാസിംഗ് ആണ്. ഇതിൽ ആര് ജയിക്കും? ആർക്കെല്ലാം എന്തുണ്ടോ? ആര് ജയിക്കും? നീ ജയിക്കോ? ആരും ജയിക്കോ? ആരാ ജയിക്കണേ? നീ ജയിക്കോ? നീ ജയിച്ചാ എനിക്ക് വേണ്ടിട്ട് നീ ഒരു പാട്ട് പാടണം. പാട്ട് പാടോ? പാട്ട് പാടി തരുമോ? നീ ജയിച്ചാ? സ്റ്റാർട്ട് ചെയ്താലാ? അന്ന് നീ തന്നെ സ്റ്റാർട്ട് ചെയ്തോ. എന്നാ പിടിച്ചോ പാട്ട്. എടാ സ്റ്റാർട്ട് ചെയ്തോട്ടാ. ആ, ഇതിപ്പോ രണ്ടുപേരും ഒരുമിച്ച് പന്ത് പിടിക്കാണല്ലോ.
പിടിച്ചോ. പോസ്റ്റ് ആണല്ലേ എറിയാ എറിഞ്ഞാലോ. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ. എല്ലാം റെഡി അല്ലേ? ഗെയിം എങ്ങനെയാണെന്നറിയില്ല. അതായത് കുളം എന്ന് പറയുമ്പോൾ നമ്മൾ അകത്തേക്ക് ചാടണം. എല്ലാവരും കുളം എന്ന് പറയുമ്പോൾ അകത്തേക്ക് ചാടണം കേട്ടോ. ഇങ്ങനെ അകത്തേക്ക് ചാടണം. കുളം ഇത് കര. മനസ്സിലായില്ലേ? കൈയൊക്കെ വിട്ടോ, എല്ലാവരും കൈയൊക്കെ വിട്ടോ ഫ്രീ ആയിട്ടിരുന്നോ. അപ്പോൾ ഔട്ടാവണവരോ നോക്കിയിട്ട് പതുക്കെ പുറകോട്ട് മാറ്റിക്കോട്ടാ. അല്ല അത് കുഴപ്പമില്ല, ചെയ്യണവർ ചെയ്തോട്ടെ. നമ്മളെന്തായാലും എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു. ചേച്ചിട്ടെടുക്കുന്നു. കര അവരെ മാറ്റി അവരെ അങ്ങനെ മാറ്റി. കര കുളം കര കുളം. ഞാൻ വേറെ വാക്കൊക്കെ പറയൂ കേട്ടോ. അതൊന്നും പറഞ്ഞ് നിങ്ങൾ ചാടരുത് കേട്ടോ. എപ്പോഴാ ഞാൻ പറഞ്ഞേക്കാം. കര കര. കുറെ പേരാവട്ടെ. അതൊക്കെ ശ്രദ്ധിച്ചു നിന്നോളും. കുളം കര കുളം എറണാകുളം. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഞാൻ പല വാക്കുകൾ ഇതിനകത്ത് യൂസ് ചെയ്യും. അപ്പൊ അത് നോക്കി കണ്ട് നിക്കണത്. നമ്മൾ ജയിക്കില്ലേ? കഴിഞ്ഞ നമ്മൾ വിട്ട് കളഞ്ഞു. ഈ കളി നമ്മൾ ജയിക്കണം. സെറ്റല്ലേ? എന്നാ അടുത്തുന്നോ. എന്നിട്ട് നീ അടുത്ത കളി ഔട്ടാവരുത് കേട്ടോ. കേട്ടല്ലോ? ആര് ജയിക്കണേ? പേര് പറഞ്ഞേ. ജയിക്കൂലേ? അതെ, ഉറപ്പായിട്ടും ജയിക്കില്ലേ? അത്രേ ഉള്ളൂ. കുളം എല്ലാരും കുളത്തിലുണ്ടല്ലേ. കര കുളം എന്നാ കുളം ഓ മാറില്ലാന്നല്ലേ. കര കുളം വടകര. അയ്യോ അല്ല വടകര പറയുമ്പോ നിൽക്കലടുത്ത് നിൽക്കാവുള്ളൂ. ചാടരുത്. കുളം കരയിൽ മാത്രമേ ചാടാവുള്ളൂ. ഇതെല്ലാം സാലിയമ്മ ആ കൊച്ചിനെ തോപ്പിച്ചല്ലേ. ആ കൊച്ചു തന്നെ നിന്നായിരുന്നു ജയിച്ചേനെ. അടുത്തെന്നോ. കുളം കര കുളം കര. ഔട്ട് താമസിച്ച ചാടിയത്. കുളം കര കുളം ഔട്ട്. ജയിക്കുമെന്ന് പറഞ്ഞാ നമ്മൾ ജയിച്ചിരിക്കും അല്ലേ? പിന്നല്ല എന്തോ അതായത് ഇനി ടീച്ചർമാർക്കും ഇവിടുത്തെ സ്റ്റാഫിനുമുള്ള കുളങ്കര മത്സരമാണ്. കര കുളം കര ഔട്ട്. കര കുളം കര. എറണാകുളം പറഞ്ഞത് കൊച്ചി. പറഞ്ഞത് രണ്ടുപേരും ഒറ്റയ്ക്ക് അടിച്ചാണ്. എറണാകുളം കൊച്ചി പറഞ്ഞത്. ഇല്ല ചേച്ചി ജയിച്ചു. അതെല്ലാവർക്കും ഗിഫ്റ്റ് വേണോ? എല്ലാവർക്കും വേണോ? ഉറപ്പാണോ? എന്നാ എല്ലാവർക്കും ഗിഫ്റ്റ് അല്ലേ? അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു പാട്ടിട്ട് ഡാൻസ് കളിച്ചാലോ?
ആർക്കെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കണോ? എല്ലാരും ഫുൾ എനർജിയിലാണപ്പേ. തളരില്ല അല്ലേ ഞങ്ങള്? ഞങ്ങള് വേണേ തളർന്നോട്ടെ അല്ലേ? നിങ്ങള് തളരില്ലാന്ന്. ഓക്കെ. താങ്ക് യു. സന്തോഷമായോ? ആ അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു ദേവു. താങ്ക് യു. വേണമോട്ടോ എങ്ങനെ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ക്രിസ്തുമസിന്റെ സന്ദേശവുമായി ഈ ഭവനത്തിലേക്ക് എത്തിച്ചേർന്ന ആൻഡോ ബേബിയെയും കൂട്ടുകാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Thank you, thank you, thank you, thank you. Thank you, thank you. So, thank you, thank you. Thank you, thank you, thank you. Yo. Aduh. Emak. Thank you, Tok. Sure.